പുത്തഞ്ചേരിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്ഥാനാരോഹണം തൃശങ്കുവിൽ. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ ചാർജ് എടുക്കൽ യോഗം ഒരു വിഭാഗം ബഹിഷ്കരിച്ചു. ഗതാഗതം നിരോധിച്ച് ചാലക്കുടി വെട്ടുകടവ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു. റോഡ് ഗതാഗതം തടഞ്ഞതോടെ നിരവധി വാഹനയാത്രക്കാർ ദുരിതത്തിലായിരുന്നു. മണലിപ്പുഴയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങൾ തൃക്കൂർ സ്വദേശികളായ ദമ്പതികളുടേതെന്ന് തിരിച്ചറിഞ്ഞു. തൃക്കൂർ മുട്ടൻ സുത്രാടം വീട്ടിൽ 62 വയസ്സുള്ള വിജയകുമാർ, ഭാര്യ 59 വയസ്സുള്ള രാജേശ്വരി എന്നിവരാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പുത്തഞ്ചേരിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്ഥാനാരോഹണം തൃശങ്കുവിൽ. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ ചാർജ് എടുക്കൽ യോഗം ഒരു വിഭാഗം ബഹിഷ്കരിച്ചു. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കം നീണ്ടതാണ് ബഹിഷ്കരണത്തിലേക്ക് ഒരു വിഭാഗം നേതാക്കളെ നയിച്ചത്. പുത്തഞ്ചേരി മണ്ഡലത്തിൽ 2 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി സംഘടനയ്ക്കുള്ളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ ചാർജ് എടുക്കൽ ചടങ്ങിൽ നടത്തിയതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം നേതാക്കളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും 22 പുതിയ മണ്ഡലം ഭാരവാഹികളും സമ്മേളനം ബഹിഷ്കരിച്ചു. പുത്തഞ്ചേരിയിലെ ഈ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം മാത്രമേ എല്ലാ പരിപാടികളും നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളൊന്നും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ 2.5 മാസമായിട്ട് പുത്തഞ്ചേരിയിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കൂടുകയോ അല്ലെങ്കിൽ കുടുംബയോഗങ്ങൾ കൂടുകയോ വാർഡ് യോഗങ്ങൾ കൂടുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിലവിലുള്ള 16 വാർഡിലും പുതിയതായിട്ട് യോഗം വിളിച്ച് കമ്മിറ്റി വാർഡ് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കാനുള്ള നിർദ്ദേശം കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം വേണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതൊന്നും നടപ്പിലാക്കാതെ തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചാർജ് എടുക്കൽ എന്ന് പറഞ്ഞ് മണ്ഡലം ഭാരവാഹികളുടെ ചാർജ് എടുക്കൽ മൊത്തം 42 പേരുള്ളതിൽ 13 പേരാണ് അതിൽ പങ്കെടുത്തത് ഭാരവാഹികൾ. അപ്പോൾ അങ്ങനെ വളരെ പ്രഹസനമായിട്ട് പുത്തഞ്ചേരിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ടുപോകുന്ന ഈ പ്രവണതയ്ക്കെതിരെ ഞങ്ങൾ നിരന്തരമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 മാസങ്ങൾക്ക് മുമ്പ് KPCC ജോപ്പി മങ്കടിയാനെയും പിന്നീട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി VN നദീറിനെയും മണ്ഡലം പ്രസിഡന്റുമാരായി നിയമിക്കുകയുണ്ടായി. പുത്തഞ്ചേരി മണ്ഡലത്തിലെ പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഏപ്രിൽ 30-ന് DCC പ്രസിഡന്റ് മണ്ഡലത്തിലെ നേതാക്കളുമായും ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, DCC ജനറൽ സെക്രട്ടറി TM നാസർ എന്നിവരുമായി ചർച്ച ചെയ്ത് മണ്ഡലത്തിലെ പ്രധാന നേതാക്കളെ ഉൾപ്പെടുത്തി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജർ നിർദ്ദേശം നൽകുകയുണ്ടായി. എന്നാൽ മണ്ഡലം പ്രസിഡന്റ് VN നദീർ തന്റെ വിഭാഗത്തിന്റെ അംഗങ്ങളുടെ പേരുകൾ നൽകാത്തതു കാരണം നാളിതുവരെയായിട്ടും കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഒരു പ്രധാന വിഭാഗം നേതാക്കളും പ്രവർത്തകരും സമ്മേളനം ബഹിഷ്കരിച്ചത്. മീഡിയ ടൈം, മാള. ഗതാഗതം നിരോധിച്ച് ചാലക്കുടി വെട്ടുകടവ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു. റോഡ് ഗതാഗതം തടഞ്ഞതോടെ നിരവധി വാഹനയാത്രക്കാർ ദുരിതത്തിലായി. ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഉദ്യോഗസ്ഥരുടെ നീക്കമാണ് തടഞ്ഞതെന്ന് ചാലക്കുടി നഗരസഭ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് പറഞ്ഞു. ചാലക്കുടി മേലൂർ റോഡിലെ ഗതാഗതമാണ് ഉദ്യോഗസ്ഥർ തടഞ്ഞത്. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ എറണാകുളം ഭാഗത്തേക്കുള്ള ബദൽ സംവിധാനമായി യാത്രക്കാർ ഉപയോഗിക്കുന്നത് വെട്ടുകടവ് റോഡാണ്. റോഡ് തടഞ്ഞതോടെ നിരവധി വാഹനയാത്രക്കാർ ദുരിതത്തിലായി. ഇതോടെ ചാലക്കുടി നഗരസഭ പ്രതിപക്ഷ നേതാവ് CS സുരേഷിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്തെത്തി. വിവരമറിഞ്ഞ് ചാലക്കുടി പോലീസും സ്ഥലത്തെത്തി. കരാറുകാരനുമായി ചർച്ച നടത്തുകയും ഒറ്റവരി ഗതാഗതത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്ന ധാരണയിൽ എത്തുകയും ചെയ്തു. അപ്രോച്ച് റോഡിന്റെ ഇടിഞ്ഞുപോയ ഭാഗങ്ങൾ നേരത്തെ മണ്ണിട്ട് നിറച്ചിരുന്നു. ഇതിനു മുകളിൽ കോൺക്രീറ്റ് ടൈൽസ് വിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഓരോ ഭാഗത്തും ടൈലിടുമ്പോൾ മറ്റൊരു ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടുന്ന തീരുമാനമാണ് കൈക്കൊണ്ടത്. ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഉദ്യോഗസ്ഥരുടെ നീക്കമാണ് തടഞ്ഞതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് പറഞ്ഞു. വെട്ടുകടവ് പാലം പൂർണ്ണമായിട്ട് അടച്ചു കെട്ടാനുള്ള തീരുമാനം PWD ജനങ്ങളെ വളരെയധികം ആശങ്കയിലായിരുന്നു. കാരണം NH-47 ബ്ലോക്ക് മുരുമൂരും മേലൂർ റോഡ് പണിയെടുക്കുന്നത്. അതിനിടയിൽ ഏക ആശ്രയമുള്ള റോഡാണ് ഈ വെട്ടുകടവ് പാലം വഴി മാർക്കറ്റ് വഴി വന്നു ചേരുന്നത്. മേലൂർക്കും അല്ലെങ്കിൽ എറണാകുളമൊക്കെ പോകുന്നത് ആൾക്കാർ ഇതിലാണ്. അത് പൂർണ്ണമായിട്ട് അടയ്ക്കാനുള്ള തീരുമാനമെടുത്തത് ഇപ്പോൾ എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് പോലീസും വന്നു,
ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും വന്ന് സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു സൈഡ് തുറന്നു കൊടുത്ത് പണി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പീരീഡ് തീർന്നതിന് ശേഷം അടുത്ത സ്ഥലത്ത് പണിയാനുള്ള തീരുമാനമായി. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ പോളി, പരിസ്ഥിതി പ്രവർത്തകൻ ജയൻ ജോസഫ് പട്ടത്ത് എന്നിവരും പ്രതിഷേധവുമായി എത്തിയിരുന്നു. മീഡിയ ടൈം ചാലക്കുടി. മീഡിയ ടൈം ചാനലിന്റെ പൂർവ്വരൂപമായിരുന്ന മാള വിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ മാള കുഴുപ്പിള്ളി അബ്ദുൾ അസീസ് നിര്യാതനായി. മാള വിഷൻ ചാനലിലെ മധുരം മലയാളം പരിപാടിയുടെ അവതാരകനായിരുന്നു അസീസ്. സംസ്കാരം വൈകിട്ട് നടന്നു. ഫോണിൻ പരിപാടിയിലൂടെ പ്രേക്ഷകരോട് വിജ്ഞാന വിനോദ ചോദ്യങ്ങൾ ചോദിച്ചും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകിയും വർഷങ്ങളോളം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മുഴക്കമുള്ള ആ ശബ്ദം നിലച്ചു. മാള സ്വദേശി കുഴുപ്പിള്ളി അബ്ദുൾ അസീസ് നിര്യാതനായി. എക്കാലവും മാള വിഷനൊപ്പവും മീഡിയ ടൈമിനൊപ്പവും ഒരു കുടുംബാംഗത്തെ പോലെ ചലിച്ച വ്യക്തിത്വമാണ് ഇല്ലാതായത്. ശാരീരിക അവശതകൾ മൂലമായിരുന്നു അന്ത്യം. മധുരം മലയാളം പരിപാടി പ്രേക്ഷകരെ ചാനലുമായി അടുപ്പിച്ച വിനോദ വിജ്ഞാന പരിപാടിയായിരുന്നു. ഘട്ടം ഘട്ടമായി ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകി ഒടുവിൽ വിജയത്തിൻ്റെ പടവേറുന്ന പരിപാടിക്ക് പ്രേക്ഷക സ്വീകാര്യത ഏറെയായിരുന്നു. പ്രാദേശിക തലത്തിൽ പ്രേക്ഷകർ നെഞ്ചേറ്റിയ പരിപാടിയുടെ പൂർണ്ണ അവതാരകൻ മുഴങ്ങുന്ന ശബ്ദത്തിലുടമയായ ശ്രീ അസീസ് ആയിരുന്നു. അവതരണത്തിൽ മാത്രമല്ല, മുൻകാലങ്ങളിൽ നാടകരംഗത്തും എഴുത്തിലും പൊതുരംഗത്തും അദ്ദേഹം സജീവമായിരുന്നു. അസീസ് എന്ന ഞങ്ങളുടെ കുടുംബാംഗത്തിൻ്റെ വേർപാടിൽ മീഡിയ ടൈം അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു. പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ പ്രിയപ്പെട്ട അവതാരകന് ആദരാഞ്ജലികൾ നേരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മണലിപ്പുഴയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങൾ തൃക്കൂർ സ്വദേശികളായ ദമ്പതികളുടേതെന്ന് തിരിച്ചറിഞ്ഞു. തൃക്കൂർ മുട്ടൻ സുത്രാടം വീട്ടിൽ 62 വയസ്സുള്ള വിജയകുമാർ, ഭാര്യ 59 വയസ്സുള്ള രാജേശ്വരി എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച മുതൽ ഇരുവരെയും കാണാതാവുകയായിരുന്നു. ഞായറാഴ്ചയാണ് കടലശ്ശേരി പാലക്കടവ് പാലത്തിനു സമീപം മണലിപ്പുഴയിൽ നിന്നും വിജയകുമാറിന്റെയും തൃപ്രയാർ ചെമ്മാപ്പിള്ളിക്കടവിൽ നിന്നും രാജേശ്വരിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ശനിയാഴ്ച മുതൽ ഇരുവരെയും കാണാതാവുകയായിരുന്നു. ദമ്പതികൾക്ക് പുറമെ മകൻ മനുവും രാജേശ്വരിയുടെ സഹോദരിയുമാണ് മുട്ടൻസിലെ വീട്ടിൽ താമസം. ദമ്പതികളുടെ മകൻ മനു കുറച്ചു ദിവസമായി ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിൽ ഇവർ എത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാണാതായ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികളെക്കുറിച്ചുള്ള വിവരം ലഭ്യമായത്. പയ്യാക്കരയിൽ പാലസ് വില്ല പ്രോജക്ട് ഉടമയാണ് വിജയകുമാർ. ബന്ധുക്കളെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. മീഡിയ ടൈം മാള. VS അച്യുതാനന്ദൻ വിട പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാലയമാണ് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ. മുഖ്യമന്ത്രി ആയതിനു ശേഷം തീരദേശ മേഖലയിൽ അദ്ദേഹം പങ്കെടുത്ത ആദ്യ ചടങ്ങ് കൂടിയായിരുന്നു സ്കൂളിലേത്. അന്ന് സ്കൂളിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. 2006 നവംബർ 6 സ്കൂളിന്റെ 50ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനായിരുന്നു VS എത്തിയത്. മുഖ്യമന്ത്രി ആയതിനു ശേഷം തീരദേശ മേഖലയിൽ പങ്കെടുത്ത ആദ്യ ചടങ്ങുകൂടിയായിരുന്നു ഇത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എത്തിയ മുഖ്യമന്ത്രിയെ നിറഞ്ഞ കയ്യടിയോടെയാണ് വിദ്യാലയം വരവേറ്റത്. മികച്ച വിജയശതമാനം അന്നും സ്വന്തമാക്കിയിരുന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ അഭിനന്ദിച്ചുകൊണ്ടാണ് VS തൻ്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. 10 മിനിറ്റോളം നീണ്ട ആ പ്രസംഗം ആവേശത്തോടെയാണ് നിറഞ്ഞ സദസ്സ് ആസ്വദിച്ചത്. ഇനിയും ഉന്നത വിജയം കൈവരിക്കാൻ സ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് VS വേദിയിൽ നിന്നും മടങ്ങിയത്. മീഡിയ ടൈം ചന്ദ്രാപിന്നി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേരിനും ഇനീഷ്യലിനും സമാനമായി ഒരു VS ഉണ്ട് ചന്ദ്രാപിന്നിയിൽ. ചലച്ചിത്ര സംവിധായകൻ അമ്പിളിയുടെ ചെറുമകനായ 3.5 വയസ്സുകാരൻ VS അച്യുതനാണ് ആ ജൂനിയർ VS. VSന്റെ പേര് ഇന്ന് ഏറെ ചർച്ചയാകുകയാണ്. ചലച്ചിത്ര സംവിധായകൻ അമ്പിളിയുടെ ചെറുമകനായ 3.5 വയസ്സുകാരൻ VS അച്യുതനാണ് ആ ജൂനിയർ VS. VS ജനിച്ച ഒക്ടോബർ 20 തന്നെയാണ് അച്യുതന്റെയും ജന്മദിനം. കുഞ്ഞിനെന്തു പേരിടുമെന്ന ചർച്ചകളിൽ അമ്പിളിയുടെ മകൾ ഐഷ മുന്നോട്ട് വെച്ച ഒരേയൊരു നിബന്ധന പേര് മലയാളിത്വം നിറഞ്ഞതായിരിക്കണം എന്നതു മാത്രമായിരുന്നു. ഒടുവിൽ അച്യുതൻ എന്നിടാമെന്ന് എല്ലാവരും തീരുമാനിച്ചു. തെരഞ്ഞെടുത്ത പേരിനൊപ്പം കുട്ടിയുടെ പിതാവായ ശ്യാംകുമാർ എന്ന പേരിൻ്റെ ആദ്യാക്ഷരമായ എസും വീട്ടുപേരായ വേലമ്പറമ്പിലും കൂടി ചേർത്തപ്പോൾ അച്യുതൻ്റെ ഇനീഷ്യൽ അങ്ങനെ VS അച്യുതനായി. VSൻ്റെയും യഥാർത്ഥ VSൻ്റെയും ഈ കുഞ്ഞുമോൻ്റെ VSൻ്റെയും ജന്മദിനം ഒക്ടോബർ 20 അതെന്താ എങ്ങനെ ശ്രദ്ധിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ
അത് ഇവൻ്റെ കുഞ്ഞുമോൻ്റെ 2ാം പിറന്നാളിന് 100 വർഷം തികഞ്ഞ പിറന്നാളിൻ്റെ ഒരു ആശംസ പത്രങ്ങൾ കണ്ടപ്പോൾ അതിൽ ആണ് ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇത് കണ്ടത് VSൻ്റെ. അപ്പോൾ അത് 1923 ഒക്ടോബർ 20. ഈ കുഞ്ഞുമോൻ്റെ 2021, അതായത് 98 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഈ ജന്മദിനം. അവന് 2 വയസ്സുള്ളപ്പോൾ. അപ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ധീരനായൊരു പോരാളിയാണല്ലോ VSൻ്റെ. അദ്ദേഹത്തിൻ്റെ ആ പേരിനോട്, ആ ജന്മദിനോടൊക്കെ സാമ്യമുണ്ടെന്ന് വരുമ്പോൾ സത്യത്തിൽ ഒരു അത്ഭുതം, അഭിമാനമാണ് നമുക്ക് ഉള്ളത്. മീഡിയ ടൈം, ചന്ദ്രാപിന്നി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. എറിയാട് പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ മരിച്ചു. എറിയാട് ബ്ലോക്കിന് സമീപം നെട്ടൂക്കാരൻ വീട്ടിൽ റഷീദിന്റെ ഭാര്യ 54 വയസ്സുള്ള ലൈലയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അപകടം. വീട്ടിൽ പാചകം ചെയ്യുന്നതിനിടയിൽ ഗ്യാസ് സ്റ്റൗവിൽ നിന്നും തീ പടർന്ന് പൊള്ളലേൽക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ലൈല കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ചൊവ്വാഴ്ച രാത്രിയാണ് മരണമടഞ്ഞത്. എടവിലങ്ങിൽ മത്സ്യബന്ധന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. എടവിലങ്ങ് കാര കറുപ്പം വീട്ടിൽ അബ്ദുൽ ഖാദറിന്റെ മകൻ 39 വയസ്സുള്ള റഹീമാണ് മരിച്ചത്. ഇന്ന് രാവിലെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലയിലെ ഹജ്ജ് 2026 അപേക്ഷാ സേവന കേന്ദ്രം കൊടുങ്ങല്ലൂരിൽ ആരംഭിച്ചു. ചെയർമാൻ ജുമാത്ത് മസ്ജിദ് ഹാളിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജനാബ് ജാഫർ കക്കൂട്ട് സ്വിച്ച് ഓൺ നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇബ്രാഹിം സഫിറ നടത്തി. ഡോക്ടർ സുനിൽ ഫഹദ് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ ജുമാ മസ്ജിദിന് ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി പ്രാർത്ഥന നടത്തി. മുജരി ആർട്ട് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ പ്രഥമ ആലോചന യോഗം കൊടുങ്ങല്ലൂരിൽ നടന്നു. കൊടുങ്ങല്ലൂരിന്റെ പൗരാണിക ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് ലോക പ്രശസ്ത ചിത്രകാരന്മാരായ ആർട്ടിസ്റ്റ് മാധവ മേനോന്റെയും ആർട്ടിസ്റ്റ് നാരായണ മേനോന്റെയും സ്മരണാർത്ഥം മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന മുജരി ആർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ പ്രഥമ ആലോചന യോഗമാണ് നടന്നത്. കൊടുങ്ങല്ലൂരിലെ കലാകാരന്മാരും എഴുത്തുകാരും കവികളും യോഗത്തിൽ പങ്കെടുത്തു. നാളെ കർക്കിടകവാവ്. അന്നമട മഹാദേവ ക്ഷേത്ര മണപ്പുറത്ത് കർക്കിടകവാവ് ബലിതർപ്പണത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശക്തമായ മഴയെ തുടർന്ന് കടവിലുണ്ടായ ചെളി ഉൾപ്പെടെ നീക്കം ചെയ്ത് വിപുലമായ സൗകര്യങ്ങളാണ് ബലിതർപ്പണത്തിനായി ഒരുക്കിയിരിക്കുന്നത്. 6 കർമ്മികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുമെന്ന് അന്നമട ശിവരാത്രി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ വർഷവും നമ്മൾ ഇത്തരത്തിൽ ശിവരാത്രിയും കർക്കിടകവാവും ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ശിവരാത്രി കമ്മിറ്റി ചെയ്തു വരാറുള്ളത്. കഴിഞ്ഞ വർഷം നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം ക്രമാതീതമായിട്ട് വെള്ളം വർദ്ധിച്ച കാരണമാണ് വെള്ളം നമ്മുടെ ആലിൻ്റെ മുകളിൽ വരെത്തി. ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതിരുന്നത്. അത് തുടർന്ന് പല വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ശിവരാത്രി ആഘോഷ കമ്മിറ്റിയുടെ വിഷയമല്ല. കാരണം നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമായിരുന്നു അത് ചെയ്യരുന്നുള്ളത്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ശിവരാത്രി ആഘോഷ കമ്മിറ്റി ഏറ്റെടുക്കുന്ന എല്ലാ പരിപാടിയും, അത് ശിവരാത്രി ആയാലും കർക്കിടകവാവായാലും എല്ലാം വളരെ ഗംഭീരമായിട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നമുക്ക് ഇത്തവണ നമ്മൾ ഏകദേശം 2 പ്രാവശ്യം വെള്ളം കയറി. അത് ഇത്തരത്തിലുള്ള ഒരു മുട്ടിനൊപ്പം ചെളിയായിരുന്നു. അതെല്ലാം വളരെ ഭംഗിയായി ക്ലീൻ ചെയ്ത് നമ്മൾ ഒരാഴ്ചത്തെ പ്രക്രിയയായിരുന്നു. ക്ലീനിങ്ങും ഉൾപ്പെടെ JCB ഉൾപ്പെടെ വെച്ച് വിപുലമായ വലിയൊരു പൈസ ചെലവോടുകൂടി തന്നെയാണ് ഈ കാണുന്ന മണപ്പുറം ഇത്തരത്തിൽ ഭംഗിയാക്കി എടുത്തിട്ടുള്ളത്. നാളെ രാവിലെ കൃത്യം 3 മണിക്ക് തന്നെയാണ് നമ്മളുടെ ബലി ദർപ്പണം ആരംഭിക്കുന്നത്. നമ്മൾ 6 ശാന്തിക്കാരെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, പഞ്ചായത്ത്, എല്ലാ ഉദ്യോഗസ്ഥരെയും സപ്പോർട്ട് നമുക്ക് കിട്ടി വരുന്നുണ്ട്. ഇത്തവണ ആദ്യമായിട്ട് ഗൂഗിൾ മീറ്റൊക്കെ ഉൾപ്പെടെ, ആഡിയോൻ്റെ ഗൂഗിൾ മീറ്റ് ഉൾപ്പെടെ നടന്നിരുന്നു. അപ്പോൾ എല്ലാം നല്ല ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലുള്ള ക്രമീകരണമാണ് ശിവരാത്രി കമ്മിറ്റി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തഞ്ചേരിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സ്ഥാനാരോഹണം തൃശങ്കുവിൽ. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ ചാർജ് എടുക്കൽ യോഗം ഒരു വിഭാഗം ബഹിഷ്കരിച്ചു. ഗതാഗതം നിരോധിച്ച് ചാലക്കുടി വെട്ടുകടവ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു. റോഡ് ഗതാഗതം തടഞ്ഞതോടെ നിരവധി വാഹനയാത്രക്കാർ ദുരിതത്തിലായിരുന്നു.
മണലിപ്പുഴയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങൾ തൃക്കൂർ സ്വദേശികളായ ദമ്പതികളുടേതെന്ന് തിരിച്ചറിഞ്ഞു. തൃക്കൂർ മുട്ടൻ സുത്രാടം വീട്ടിൽ 62 വയസ്സുള്ള വിജയകുമാർ, ഭാര്യ 59 വയസ്സുള്ള രാജേശ്വരി എന്നിവരാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.